സുഹൃത്തുക്കളെ, സെക്സ് ആൻഡ് യൂത്ത് അല്ലെങ്കിൽ ലൈംഗികതയും യുവത്വവും എന്ന ആശയത്തെ ആസ്പദമാക്കിയുള്ള 5-ാമത്തെ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം ഇതുവരെ പരിശോധിച്ച് അന്വേഷിച്ച് വിശ്ലേഷണം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ച വളരെയധികം പ്രാധാന്യമർഹിക്കുന്നുവെന്ന് ഏവരും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ സമ്മതിക്കുന്ന ഈ വിഷയത്തെ ദർശിക്കുന്നതിന് പൊതുവായ ഒരു കാഴ്ചപ്പാട്, ജനറൽ പെർസ്പെക്റ്റീവ് സൂചിപ്പിക്കുകയാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രോസസ്സിലേക്ക്, ആ പ്രക്രിയയിലേക്ക് കടക്കാം. ആദ്യമായി എന്താണ് ഈ പൊതുവായ തത്വം? നമുക്ക് ഏതെങ്കിലും വിഷയത്തെപ്പറ്റി ചിന്തിക്കണമെങ്കിൽ, അതിനെ പിന്തുടർന്ന് അന്വേഷിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആ ചിന്തയ്ക്ക് ഉതകുന്നതായ തത്വം, മർമ്മം, പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ജനറൽ റൂൾ, അതിനെ ആകമാനം നിയന്ത്രിക്കുന്ന മർമ്മം, അതിനെപ്പറ്റി നമുക്ക് ഒരു വ്യക്തതയുണ്ടാകണം. അത് ഞാൻ യേശുവിൻ്റെ പഠിപ്പീരിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് സൂചിപ്പിക്കാൻ പോകുന്നത്. യേശുവിൻ്റെ ദർശനത്തിൽ ലോകമെല്ലാം നന്മ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതേസമയം തന്നെ ഈ നന്മകൾ അടങ്ങിയിരിക്കുന്ന ഓരോ ഘടകവും അതിൽ തന്നെ പൂർണ്ണമല്ല. നത്തിങ് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ് സെൽഫ്. ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ ലക്ഷ്യങ്ങളും ഏറ്റവും സർവ്വലൗകികമായ മൂല്യങ്ങളും ആദർശങ്ങളും ഒന്നും അതിൽ തന്നെ പൂർണ്ണമല്ല. നത്തിങ് ഈസ് എ സ്റ്റാൻഡ് എലോൺ സെൽഫ് കംപ്ലീറ്റ് എൻറ്റിറ്റി. ഒന്നിനെ പൂരിപ്പിക്കുന്ന മറ്റൊരു ഘടകമുണ്ടായിരിക്കണം. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു മർമ്മമാകിയാൽ ഇത് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ ശ്രമിക്കാം. യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. ആദ്യത്തെ പരീക്ഷ നമുക്കറിയാം. അവന് നന്നേ വിശന്നപ്പോൾ സാത്താൻ അവനെ സമീപിച്ച്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകളോട് അപ്പമായി രൂപാന്തരപ്പെടുവാൻ കൽപ്പിക്കുക. അപ്പോൾ യേശുവിനോട് പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം. അവിടെ ഞാൻ ഈ സൂചിപ്പിച്ച മർമ്മം വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അപ്പം ആവശ്യമാണ്. അപ്പം എന്ന് പറയുമ്പോൾ ശാരീരിക ആവശ്യങ്ങളെ മുഴുവൻ പ്രതിനിധാനം ചെയ്ത് ഉപയോഗിക്കുന്നൊരു പ്രതീകമാണ് അപ്പം. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചപ്പാത്തിയോ അല്ലെങ്കിൽ മോഡേൺ ബ്രെഡോ അങ്ങനെയുള്ള കാര്യം മാത്രമല്ല. അത് ഉൾക്കൊള്ളുന്നുണ്ട് മനുഷ്യൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ട എന്തും ഈ അപ്പം എന്ന പ്രതീകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പം മനുഷ്യന് ശാരീരികമായ ആവശ്യങ്ങൾ നേടേണ്ട ഒരത്യാവശ്യകതയുണ്ട്. അതിന് വളരെ പ്രാധാന്യം നാം കൽപ്പിക്കേണ്ടതാണ്. പക്ഷേ അതിൽ തന്നെ പൂർണ്ണമല്ല. അതിൽ തന്നെ പൂർണ്ണമാകുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതൊരപകടമായി തീരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഉപാധികളും അതിൽ തന്നെ സമ്പൂർണ്ണമാണെന്നും അത് അപ്രകാരം തന്നെ ഉപയോഗിച്ചാൽ മതിയെന്നും മനുഷ്യൻ തീരുമാനിക്കുമ്പോൾ ആ അനുഗ്രഹത്തെ അപകടമായി മനുഷ്യർ അധപ്പതിപ്പിക്കുന്നു. ഇതാണ് പൊതുവായ തത്വം. അപ്പോൾ അപ്പം നമുക്ക് ആവശ്യമാണ്, പക്ഷെ അപ്പം മാത്രം മതി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനുഷ്യത്വത്തെ അപകടത്തിലേക്ക് നയിക്കുന്നു. വൈദ്യശാസ്ത്രത്തിൽ, മെഡിക്കൽ സയൻസിൽ അത് പലവിധമായ രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നു. വെൽത്ത് റിലേറ്റഡ് ഡിസീസ് എന്ന് പറയും. പിന്നെ അമിതാഹാരം കൊണ്ട്, ഗ്ലട്ടണി എന്ന മതപരമായ പ്രശ്നം അല്ലെങ്കിൽ ധാർമ്മികമായ പ്രശ്നം, ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് വളരെ വിലയേറിയ ഒരു വശമല്ലെങ്കിൽ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഉപാധി അതിൽ തന്നെ പൂർണ്ണമല്ലാതിരിക്കെ
അത് മാത്രം മതി, അതുകൊണ്ട് മാത്രം എൻ്റെ കാര്യം നടത്തിക്കൊള്ളാം, അതാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന തെറ്റിദ്ധാരണയിൽ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വലിയ പാളിച്ചകൾ. അതുപോലെ തന്നെ കുറച്ചുകൂടെ അത് മനസ്സിലാകുന്നതിന് വേണ്ടി നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും സുപ്രധാനമായ 2 മൂല്യങ്ങളാണ് സത്യവും സ്നേഹവും. സത്യം ഇല്ലെങ്കിൽ ലോകമില്ല, ലോകത്തിന് നിലനിൽപ്പില്ല. സ്നേഹമില്ലെങ്കിൽ ലോകമില്ല. ലോകം ഉദിക്കുന്നത് തന്നെ സ്നേഹത്തിൽ നിന്നാണ്. ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ് സൃഷ്ടിയാഗമനം എന്നാണ് പുസ്തകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ സ്നേഹം നിലനിൽക്കണമെങ്കിൽ സത്യം ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നതാകത്തക്കവണ്ണം പ്രയോജനീഭവിക്കണമെങ്കിൽ സ്നേഹവും ആവശ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ സത്യം പറയുമ്പോൾ സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സത്യം പറയുവിൻ. സ്പീക്ക് ദ ട്രൂത്ത് ഇൻ ലവ്. സത്യത്തെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തി കഴിഞ്ഞാൽ സത്യം ഒരു ആയുധമായി തീരുകയും അത് നീതിക്ക് പകരം അനീതി വരുത്തി വയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ സത്യത്തെ ഉപയോഗിക്കുമ്പോൾ, അതായത് സത്യത്തെ സാക്ഷീകരിക്കുമ്പോൾ അതെപ്രകാരം നിർവഹിക്കണം? ആ കടമ നിർവഹിക്കേണ്ടത് സ്നേഹത്തിൽ വേരൂന്നി നിന്നുകൊണ്ടാണ്. സ്പീക്ക് ദ ട്രൂത്ത് ഇൻ ലവ്. അതുപോലെ തന്നെ നമുക്കറിയാം, അധ്വാനിക്കുക, അത് ദൈവം നമുക്ക് നൽകിയ ഒരു നിർദ്ദേശമാണ്. ആദാമിനെ ഏദൻ തോട്ടത്തിൽ കൊണ്ട് ആക്കിയിട്ട് നീ തോട്ടത്തിൽ അധ്വാനിക്കണം. അധ്വാനം വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം. അതുപോലെ തന്നെ അധ്വാനത്തെ പൂർത്തീകരിക്കുന്നത് വിശ്രമമാണ്. അതുകൊണ്ട് ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് നാം വായിക്കുന്നു. അത് അധ്വാനവും വിശ്രമവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അധ്വാനം വളരെ ആവശ്യമാണ്, കമനീയമാണ്. എന്നാൽ അതിൽ നിന്ന് വിശ്രമത്തിൽ നിന്ന് അധ്വാനമോ മാറ്റി നിർത്തിയാൽ രണ്ടും അപകടമായി തീരും. മനുഷ്യജാതിയുടെ നിലനിൽപ്പിന്, ആരോഗ്യപരമായ നിലനിൽപ്പിന് അത് വിഘടമായി തീരും എന്നതാണ് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ നാം ദേഹം ദേഹി ആത്മാവായതുകൊണ്ട് സുഖം എന്ന് പറയുന്ന ആശയത്തിന്, സുഖം, പ്ലഷർ, ഒരു സ്ഥാനമുണ്ട്. ശാരീരികമായ സുഖം അനുഭവിക്കുക, അതിൽ തന്നെ പാപമല്ല. പക്ഷേ അത് അപകടമായി തീരുന്നത് എങ്ങനെയാണ്? സുഖത്തിൽ നിന്ന് ലക്ഷ്യത്തെ മാറ്റി നിർത്തുമ്പോഴാണ്. സുഖമെന്ന് പറഞ്ഞാൽ പ്ലഷർ, ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പേർപ്പസ്. ഈ സുഖത്തിൻ്റെ മർമ്മം നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നുണ്ട്, ഇരിപ്പുണ്ട് എന്ന് നമുക്ക് തോന്നിയാലും ലക്ഷ്യമെന്നത് ദൈവത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്നതാണ്. ലക്ഷ്യത്തെ നിശ്ചയിക്കുന്നത് നാമല്ല, സൃഷ്ടികർത്താവാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യങ്ങൾ നമുക്ക് തന്നെ തീരുമാനിക്കാം, അതിനപ്പുറത്ത് തീരുമാനിക്കാൻ ഒരു അധികാര കേന്ദ്രമില്ല എന്ന ധാരണയാണ് മനുഷ്യ ജീവിതത്തെ പാടെ അവതാളത്തിലാക്കുന്നത് എന്നത് വചനം ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. പക്ഷേ ഈ കാലത്ത് അങ്ങനെയുള്ള ഒരു തിരിച്ചറിവിന് ആളുകൾ വിസമ്മതം കാണിക്കുന്നുണ്ട്. തങ്ങൾക്കതീതമായൊരു ശക്തിയില്ല, ദൈവമെന്ന് പറയുന്നത് വെറും മിഥ്യയാണ്, നഗ്നമായ കണ്ണുകൾ കൊണ്ട് കാണാൻ വയ്യാത്തതൊന്നും യാഥാർത്ഥ്യമല്ല, വെളിവാക്കപ്പെട്ടത് മാത്രമാണ് യാഥാർത്ഥ്യം, മറഞ്ഞിരിക്കുന്നതും യാഥാർത്ഥ്യമല്ല എന്നുള്ള വലിയ തെറ്റിദ്ധാരണ. അത് ഈ മനുഷ്യൻ ലൈംഗികതയെ എങ്ങനെ ഉപയോഗിക്കുന്നു, അത് എങ്ങനെ മനസ്സിലാക്കുന്നു, പ്രയോജനപ്പെടുത്തുന്നു, ഇതിലൊക്കെ വലിയ കാര്യമായ പങ്ക് വഹിക്കുന്ന ഒരു മർമ്മമാണ്. അത് കുറച്ചുകൂടെ വെളിപ്പെട്ട് വരും നാം മുൻപോട്ട് പോകുമ്പോൾ. അപ്പോൾ ഇന്ന് ലോകത്തിൽ, സാംസ്കാരിക ലോകത്തിൽ മനുഷ്യർ മാനുഷിക അവകാശമായ ഹ്യൂമൻ റൈറ്റായ ലൈംഗികതയെ, സെക്ഷുവാലിറ്റിയെ ഒട്ടുമുക്കാലും ഉപയോഗിക്കുന്നത് സുഖഭോഗത്തിന് വേണ്ടിയാണ്. ആസ് എ പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ. അതിനകത്ത് ലക്ഷ്യം ആവശ്യമില്ല. ദർ ഇസ് നോ നീഡ് ഫോർ പേർപ്പസ്. എന്നാൽ ലക്ഷ്യബോധമില്ലാത്തത് എന്തും അപകടമാണ്. സെക്ഷുവാലിറ്റി മാത്രമല്ല, എന്തും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു യുവാവിൻ്റെ കയ്യിൽ ഒരു കാറ് കൊടുത്തു, നല്ല വിലയേറിയ സ്പോർട്സ് കാറ് കൊടുത്തു. അവനെങ്ങും പോകാൻ ലക്ഷ്യമില്ല. അവനെന്ത് ചെയ്യും? അവൻ തെരുവീഥിയിൽ കൂടെ ഇത് തീ പാറുന്നവൽ ഓടിച്ച് 10 വരെ കൊല്ലും.
അല്ലെ അവൻ പോയി അപകടത്തിൽ ചെന്ന് ചാടും. അല്ലെങ്കിൽ നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യം എന്തിനാണ് തന്നത്? ഈ സ്വാതന്ത്ര്യം അതിൽ തന്നെ ഒരു ലക്ഷ്യമാണോ? ഒരിക്കലുമല്ല. ഈ സ്വാതന്ത്ര്യത്തെ നിശ്ചയമായി നയിക്കേണ്ട ചില ലക്ഷ്യങ്ങളുണ്ട്, ദൈവികമായ ലക്ഷ്യമുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നു. എന്തെങ്കിലും തരുമ്പോൾ അതിൻ്റെ പിറകിൽ ഒരു ഉദ്ദേശം കാണുമെന്ന് നമുക്കറിയാം. ഇപ്പം നിങ്ങൾ എനിക്കൊരു പുസ്തകം തന്നു. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാനത് വായിച്ച് അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ട് കുറച്ചുകൂടെ മെച്ചപ്പെടണമെന്നല്ലേ. അപ്പോൾ ഞാനത് വായിക്കുന്നില്ല. പുസ്തകം ഒരു കല്ല് പോലെ വെച്ച് ആരെങ്കിലും വരുമ്പം 2 പിടപിടയ്ക്കാനായിട്ട് ഞാൻ പുസ്തകം ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മർമ്മം കുറച്ചുകൂടെ വ്യക്തമാകും. എന്തിനേയും നയിക്കുകയും അതിൻ്റെ നന്മയെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു കോംപ്ലിമെൻ്ററി പ്രിൻസിപ്പിൾ, അതിനെ പൂർത്തീകരിക്കുന്ന മറ്റൊരു മർമ്മമുണ്ടായിരിക്കും. അതിൽ നിന്ന് വേർപെടുത്തുമ്പോഴാണ് അനുഗ്രഹം അപകടമായി തീരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ 4 വീഡിയോയിലും പറഞ്ഞതുപോലെ ലൈംഗികത മനുഷ്യന് ദൈവം നൽകിയ ഒരു അവകാശവും അനുഭൂതിയുമാണ്. യാതൊരു സംശയമില്ല. അത് അതിൽ തന്നെ പാപമല്ല, അതിൽ തന്നെ പൈശാചികതയല്ല. എന്നാൽ അത് പാപവും പൈശാചികവുമായി മാറുവാനുള്ള ഒരേ ഒരു സാധ്യത അതിൽ നിന്ന് സ്നേഹത്തെ നിഷ്കാസനം ചെയ്യുമ്പോഴാണ്. വെൻ സെക്സ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ലവ്. ഈ സ്നേഹമെന്ന് പറഞ്ഞാൽ ആത്മീയമായി നാം സ്നേഹത്തെ എങ്ങനെ മനസ്സിലാക്കുക? ദൈവ സ്നേഹത്തിൻ്റെ ഇഹലോക പ്രതിബിംബമായ മനുഷ്യ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന വെളിച്ചത്തിൻ്റെ സ്നേഹം, സ്പിരിച്വൽ ലവ്. അതായത് നാം ആരെ സ്നേഹിച്ചാലും ആ സ്നേഹത്തിൽ നമുക്ക് ദൈവത്തോട് നിറവേറ്റേണ്ട ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്. I am personally accountable to God for the person I relate to, the person I love, the person I deal with. ആ ഒരു ദർശനമില്ല എങ്കിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ, ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിൽ ഏത് കാടത്തരവും പ്രവേശിക്കുവാനും പൈശാചികമായ മർമ്മങ്ങളുടെ നഗ്നതാണ്ഡം നടത്തുവാനും നിശ്ചയമായും ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതയുള്ളൂ എന്നത് നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ലൈംഗികത എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് സ്നേഹം മാറ്റിക്കളയുമ്പോൾ, മാറ്റപ്പെടുമ്പോൾ പിന്നെ അവശേഷിക്കുന്നത് സുഖം മാത്രമാണ്, പ്ലഷർ. എന്നാൽ സ്നേഹം എന്താണ്? സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ലക്ഷ്യമാണ്, ഉത്തരവാദിത്വ ബോധമാണ്, പേർപ്പസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. നാം ഏതെങ്കിലും അവസരത്തിൽ യഥാർത്ഥ സ്നേഹം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് വി ഹാവ് എക്സ്പീരിയൻസ്ഡ് ഓർ പ്രാക്ടീസ് ട്രൂ ലവ്, നമ്മൾ വളരെ ശക്തമായും വ്യക്തമായും മനസ്സിലാക്കും അത് നമ്മെ ഉത്തരവാദിത്വ ബോധത്തിൻ്റെ അവസ്ഥയിൽ ആക്കി തീർക്കുന്നു. നമുക്ക് അതീതമായി സ്ഥിതി ചെയ്യുന്ന ഒരു അധികാര കേന്ദ്രത്തോട്, നമുക്ക് ഏത് വ്യക്തിയോടാണ് നാം ബന്ധം പുലർത്തുന്നത്, ആ വ്യക്തിയെ നാം എപ്രകാരം കരുതി സംരക്ഷിച്ചു, ആ വ്യക്തിയുടെ അഭിമാനത്തെയും വിലയെയും നാം എപ്രകാരം മാനിച്ചു, വർദ്ധിപ്പിക്കാൻ സഹായിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആ ശക്തിയോട്, നമ്മുടെ മേലുള്ള അപ്രമേയമായ അധികാര കേന്ദ്രത്തോട് ദൈവം എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പം ഉത്തരം പറയേണ്ടവരാണ് എന്ന ഒരു ചിന്ത എപ്പോഴും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കും. യാതൊരു സംശയം. ആ ഒറ്റ ഒരു സേഫ് ഗാർഡ് മതി, വേറെ ഒന്നും വേണ്ട. നിയമത്തിന് ഇതിൻ്റെ 4 അയലത്ത് വരാൻ സാധ്യമല്ല. അപ്പോൾ ഞാൻ ഇതുവരെ അവതരിപ്പിച്ച തത്വം ഇത് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വ്യാപകമായി പ്രസക്തി ഉള്ളതുകൊണ്ട് വ്യക്തമായി ധരിക്കണമേ. അതായത് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ അനുഭവങ്ങളും അനുഭൂതികളും അനുഗ്രഹങ്ങളും ഒന്നും അതിൽ തന്നെ പൂർണ്ണമല്ല. അതിനെ നിലനിർത്തുവാൻ, അതിനെ എൻ്റെ പരിശുദ്ധിയിലും ആരോഗ്യത്തിലും നിലനിർത്തുവാൻ അതിനെ പൂരിപ്പിക്കുന്ന മറ്റൊരു ഘടകമുണ്ടായിരിക്കണം. യേശു പറഞ്ഞ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വചനം, ബ്രെഡ് ആൻഡ് വേർഡ്, വർക്ക് ആൻഡ് റെസ്റ്റ്.
അതുപോലെ പ്ലഷർ ആൻഡ് പേർപ്പസ്, സെക്സ് ആൻഡ് ലവ്, ഇവ തമ്മിൽ വേർപെടുമ്പോഴാണ്, വിവാഹമോചനം നടത്തുമ്പോഴാണ് സെക്സ് പൈശാചികമായി മാറുന്നത് എന്നതാണ് എനിക്ക് എൻ്റെ ഈ പഠനങ്ങളിൽ കൂടെ നാളിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ കൊളുത്തിയ വിളക്ക് അത് ലൈംഗികതയല്ല, അത് സ്നേഹമാണ്. നമ്മുടെ ഉള്ളിൽ വർത്തിക്കുന്ന ദൈവികമായ മർമ്മം സ്നേഹമാണ്. ആ സ്നേഹം നമ്മുടെ നൈസർഗികമായ വാസനയായ ലൈംഗികതയെ നയിച്ചു കൊണ്ടുപോകണം. ഇപ്പോൾ 119 സങ്കീർത്തനത്തിൽ 105 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപം, എൻ്റെ പാതയ്ക്ക് പ്രകാശം. എന്നെ നയിച്ചു കൊണ്ട് പോകേണ്ടത് നിൻ്റെ വചനമാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ലൈംഗികതയെ നയിച്ചു കൊണ്ട് പോകേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത്, wherever sexuality is delinked from the discipline and doctrine of love, it becomes demonic. ഇത് വളരെ വളരെ വ്യക്തമായി നാം ധരിച്ചിരിക്കാം. സ്നേഹം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഇവിടെ എടുത്ത് കൂടുതലായി വിശദീകരിക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അപ്പോൾ നാം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ തത്വം, വി ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് അക്കൗണ്ടബിലിറ്റി. ഈ ഒരു വ്യക്തിയെപ്പറ്റി എനിക്ക് ദൈവത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. 2, സ്നേഹത്തിൽ കൂടെ ആ വ്യക്തിക്ക് എനിക്ക് നൽകാൻ കഴിയേണ്ടത് ആ വ്യക്തിയുടെ വില വർദ്ധിപ്പിക്കുക എന്നതാണ്. ഈ ലൈംഗികതയുടെ തന്നെ ഉദ്ദേശം സ്നേഹത്തിൽ ആഴമുണ്ടാകുകയും ആഴത്തിൽ കൂടെ പരസ്പര സ്നേഹത്തിൻ്റെ, പരസ്പര ബന്ധത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിപ്പാനുള്ള ആ കടമ ഏറ്റവും ശക്തമായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയും തൽഫലമായി ഏത് ത്യാഗവും സഹിച്ച് നാം ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ അന്തസ്സും വിലയും നന്മയും മേന്മയും മനോഹാരിതയും വർദ്ധിപ്പിക്കാൻ നാം അനുഭവിക്കുന്ന വ്യഗ്രതയാണ്. അതാണ് സ്നേഹത്തിൻ്റെ സൗന്ദര്യം. സ്നേഹത്തിൻ്റെ സൗന്ദര്യം ശാരീരികമല്ല. സ്നേഹത്തിൻ്റെ സൗന്ദര്യം ഞാൻ ആരെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ വില വർദ്ധിപ്പിക്കാനുള്ള ഞാൻ അനുഭവിക്കുന്ന അവസാനിക്കാത്ത ദാഹമാണ്. അതിന് ഘടകവിരുദ്ധമാണ്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈശാചിക മർമ്മമാണ് ഇന്ന വ്യക്തിയെ എനിക്ക് എത്ര സമർത്ഥമായി കുറുക്കനെ പോലെ ഉപയോഗിച്ച് എൻ്റെ ഇംഗിതം നിർവഹിച്ച് എനിക്ക് 5 മിനിറ്റ് സായുജ്യമടയാം എന്ന ഈ പൈശാചികമായ കാഴ്ചപ്പാട് എന്നത് ഇതുവരെ ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കി കാണും എന്ന പ്രതീക്ഷയിൽ ഞാൻ ഇനി അല്പം കൂടെ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഇഫ് ദ കെയറിങ് ഓറിയൻറ്റേഷൻ ബോൺ ഓഫ് ലവ് is separated from the domain of human sexuality, sexuality becomes a demonic or satanic principle, and it will only operate in terms of cruelty. ഇതാണ് സെക്സ് റിലേറ്റഡ് ക്രൈംസിൻ്റെ ആന്തരിക മർമ്മം എന്ന് ഞാൻ നിങ്ങളോട് അഭിപ്രായപ്പെടുകയാണ്. നിങ്ങളതിനെപ്പറ്റി ചിന്തിക്കണം. ഇനി നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഏതെങ്കിലും ഒരു മർമ്മത്തിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനെ പൂരിപ്പിക്കുന്ന മറ്റൊരു മർമ്മമുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മൂല്യമോ മർമ്മമോ ഉണ്ടെങ്കിൽ അതിനെ വികൃതമാക്കാൻ സാധ്യതയുള്ള മറ്റൊരു മർമ്മമുണ്ട്. ഉദാഹരണമായിട്ട് ഏദൻ തോട്ടം മനോഹരമാണ്. അതിപ്പോൾ മനോഹരമാണെന്ന് മാത്രമല്ല, അതിൽ ഇതുവരെ വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത വലിയ അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും നിദാനങ്ങൾ മറിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ആദാമിനോട് പറയുന്നത്, ഇവിടെ അധ്വാനിക്കുക. അതായത് അധ്വാനത്തിൽ കൂടെ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരും. എന്നാൽ അതേ തോട്ടത്തിൽ ഒരു പാമ്പും കുടിയിരിപ്പുണ്ട് എന്നത് ഒരിക്കലും മറന്നുകൂടാത്ത ഒരു മർമ്മമാണ്. ആ പാമ്പും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ തോട്ടം പൂർണ്ണമാകുകയുള്ളൂ.
ഇത് നമ്മുടെ മനുഷ്യബുദ്ധിയെ കവിയുന്നൊരു മർമ്മമാണ്. നമ്മുടെ ചിന്തയിൽ പാമ്പില്ലാത്ത തോട്ടമായിരുന്നു നല്ലത് എന്ന് തോന്നും. പക്ഷേ പാമ്പില്ലാത്ത തോട്ടം അപൂർണമാണ്. കാരണം ഈ തോട്ടം പഴങ്ങളുടെ തോട്ടമല്ല, ഈ തോട്ടം ജീവൻ്റെ തോട്ടമാണ്. ജീവൻ്റെ തോട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ 2 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പഴം ആസ്വദിക്കാനുള്ള അവകാശമുണ്ട്, ആ പഴം കൊണ്ട് തന്നെ അപകടത്തിലേക്ക് പോകുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. രണ്ടുമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ, ആ ദുസ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്ന ഘടകമാണ് പാമ്പെന്ന് പറയുന്നത്. എവിടെയൊക്കെ സ്വാതന്ത്ര്യമുണ്ടോ അവിടെ ദുസ്വാതന്ത്ര്യത്തിൻ്റെ സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാകുകയില്ല. ഇത് വളരെ ലളിതമാണ്, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എവിടെയൊക്കെ സ്വാതന്ത്ര്യമുണ്ടോ അവിടെയൊക്കെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തി അടിമത്വത്തിലേക്ക് പോകുവാൻ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ അപകടത്തിൻ്റെ മർമ്മമാക്കി തീർക്കാനുള്ള സാധ്യതയുമുണ്ട്. ആ സാധ്യതയാണ് ഈ പാമ്പ് എന്ന പ്രതീകം കൊണ്ട് വേദപുസ്തകത്തിൽ, ആദ്യത്തെ പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് മാത്രം ഒന്ന് പരാമർശിച്ച് ഞാൻ മുൻപോട്ട് പോവുകയാണ്, വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ ഒരു പാമ്പെന്ന് പറയുന്ന മർമ്മത്തെ മനുഷ്യൻ മറന്നു കളയുന്നു. അതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ കടിയേൽക്കുന്നു. ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നാം ഇപ്പോഴും ജാഗരൂകരായിരിപ്പീൻ എന്ന് യേശു പറയുന്നത്. നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ, ബി വിജിലൻ്റ്. ആത്മീയ ജീവിതത്തിൽ നാം എപ്പോഴും ജാഗരൂകരായിരിക്കണമെന്നാണ് യേശു പറയുന്നത്. പക്ഷേ നാം അത് ശ്രദ്ധിക്കാറില്ല. കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ മതി, ലോക യാഥാർത്ഥ്യങ്ങൾ നേരെ കണ്ണടയ്ക്കുന്നതാണ്. അങ്ങനെ നാം പഠിപ്പിച്ച് നമ്മുടെ കുട്ടികൾ, യുവതീയുവാക്കന്മാർ ബാഹ്യലോകത്തിൽ ചെന്ന് പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ അവർ വീണു പോകുന്നു. ഉടനെ ലവ് ജിഹാദ് എന്നും പറഞ്ഞ് നമ്മുടെ കുട്ടികളെ വെടുങ്ങാനായിട്ട് അവിടെ യുവാക്കന്മാർ വാവളിച്ചു നിൽക്കുന്നു. അപകടമാണ്. അതല്ല നാം ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടികളെ വേണ്ടതുപോലെ പരിശീലിപ്പിക്കുക. നമ്മുടെ കുട്ടികളെ എന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്ത്യാനികളെ മാത്രമല്ല പറയുന്നത്. എല്ലാവരും നമ്മുടെ മകനും മകളുമാണ്, നമ്മുടെ കുട്ടികളാണ്. നാം മനുഷ്യ ജാതിയുടെ അംഗമാണ്. ആത്യന്തികമായതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് യുവതീയുവാക്കന്മാരെ ഈ ലോക യാഥാർത്ഥ്യത്തോട് ബന്ധപ്പെടുത്തി പരിശീലിപ്പിച്ച് ഇതിലെ നല്ല അവസരങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിക്കുവാനും പൈശാചികമായ സാധ്യതകളെ മനഃപൂർവ്വം ഉപേക്ഷിക്കാനുമുള്ള ഒരു പർപ്പസ്ഫുൾ പേഴ്സണാലിറ്റി, ഉദ്ദേശശുദ്ധിയുള്ള, നിശ്ചയദാർഢ്യമുള്ള, ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിത്വം പ്രാപിപ്പാൻ അവരെ പരിശീലിപ്പിക്കുക. അതിൽ നിശ്ചയമായും അവർക്ക് അവരുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കുവാനും നിലനിർത്താനുമുള്ള ശക്തി ഉണ്ടായിരിക്കും നിശ്ചയമില്ല. ഇപ്പം മനുഷ്യൻ അവൻ്റെ വികാരങ്ങൾക്കും പ്രവണതകൾക്കും മുൻപിൽ വരും പപ്പടമാണ്, പൊടിഞ്ഞു പോകും എന്ന് നാം വളരെ അഭിമാനത്തോടും നിശ്ചയത്തോടും പറയുമ്പോൾ അത് നമ്മുടെ പരാജയത്തിൻ്റെ ഒരു കിരീടമാണ് എന്ന്, അല്ലെങ്കിൽ പരാജയത്തിൻ്റെ ഒരു അറിവാണ് എന്നത് നാം തിരിച്ചറിയുന്നില്ല. അതൊരു വലിയ സുവിശേഷം പോലെയാണ് ആളുകൾ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കുക. ഈ ഒരു മർമ്മത്തെ, അതായത് നമ്മുടെ സെൽഫ്, സ്വയം, അതിൽ തന്നെ പൂർണ്ണമല്ല. അത് പൂർണ്ണമാകണമെങ്കിൽ അതിനപ്പുറത്തുള്ള ഘടകങ്ങളോട് ആരോഗ്യപരമായ ബന്ധമുണ്ടാകണം. എ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് ദോസ് ബിയോണ്ട് മീ ഈസ് നെസസറി ഫോർ മൈ ഓൺ ഹെൽത്ത് ആൻഡ് ഇക്വലിബ്രിയം. മനുഷ്യന് അവൻ്റെ ആരോഗ്യപരമായ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അതൊരു സമനിലയാണ്, ഇക്വലിബ്രിയം. ഇപ്പോൾ എനിക്ക് എന്നോടുള്ള ബന്ധത്തിൽ സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ഇക്വലിബ്രിയം, എനിക്ക് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ സോഷ്യൽ ഇക്വലിബ്രിയം, എനിക്ക് പ്രകൃതിയോടുള്ള ബന്ധത്തിൽ എനിക്ക് ക്രിയേഷണൽ ഇക്വലിബ്രിയം, എനിക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്പിരിച്വൽ ഇക്വലിബ്രിയം. ഇങ്ങനെ നാനാമുഖമായ സന്തുലിത ഇക്വലിബ്രിയം നമുക്ക് ആവശ്യമാണ്. ഈ ഇക്വലിബ്രിയം തെറ്റിപ്പോയ മനുഷ്യൻ എന്ത് ചെയ്യും? അവൻ വീണു പോകും. ഇപ്പം നിങ്ങൾ വഴിയെ നടന്നു പോകുന്നു, അവിടെ പഴത്തൊലി കിടക്കുന്നു, അത് കാണുന്നില്ല, കയറി ചവിട്ടുന്നു, തെന്നി മൂക്ക് കുത്തി വീഴുന്നു. അത് ഇക്വലിബ്രിയം പോയത് കൊണ്ടാണ്.
അപ്പോൾ വീഴാതിരിക്കാൻ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ എന്താണ് പ്രയാസം. പക്ഷേ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യരുത്, പക്ഷേ വീഴരുത് എന്ന് പറയുന്നത് ഭ്രാന്താണ്, ഭ്രാന്താണ്. ആ ഭ്രാന്താണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പരിജ്ഞാനമായിട്ട് ആളുകൾ കൊട്ടിഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യം പറയാൻ ഞാൻ നിർബന്ധിതനായിത്തീരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തിൽ ഈ സാമൂഹ്യവും ആധ്യാത്മികവും ധാർമ്മികവുമായ സന്തുലിത ഇക്വിലിബ്രിയം ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? നാം മറ്റുള്ളവരെ നമ്മുടെ ഇംഗിത പൂർത്തീകരണത്തിൻ്റെ കരുക്കളായി ദുരുപയോഗം ചെയ്യും. We will abuse and misuse others as the tools to meet the insatiable selfish needs of the body. അങ്ങനെയാണ് ഈ മനുഷ്യ ലൈംഗികത ഏറ്റവും വലിയ അരാജകത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് വഴുതിപ്പോകുന്നത് എന്നത് എനിക്ക് പരിപൂർണമായി സ്പഷ്ടമായി മനസ്സിലായിട്ടുള്ള കാര്യമാണ്. വേദപുസ്തകത്തിൽ നിന്ന്, യേശുവിൻ്റെ പഠിപ്പീരിൽ നിന്ന്, ലോക സാഹിത്യത്തിൽ നിന്ന്, ദാർശനികതയിൽ നിന്ന്, സൈക്കോളജിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. അത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും പൈശാചികമായ മർമ്മം, ഞാൻ ഇമ്മാനുവൽ കാന്തിനെ റെഫർ ചെയ്ത് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. ദ ഗ്രേറ്റസ്റ്റ് ക്രൈം അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി ഈസ് യൂസിങ് എ ഫെലോ ഹ്യൂമൻ ബീയിങ് ആസ് എ ടൂൾ. മനുഷ്യർ എവിടെയൊക്കെ ലൈംഗികത ദുരുപയോഗം ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം മനുഷ്യനെ ഒരു കരുവായി, ഒരു ടൂളായി ഉപയോഗിക്കുന്നു. ഏതെങ്കിലും ടൂളിനെ നമ്മൾ ഉപയോഗിച്ചാൽ ആ ടൂളിനെ ഡിസ്കാർഡ് ചെയ്യും. That's a fundamental principle that young people must remember. I cannot exaggerate the importance of this principle. If you allow yourself to be used as a tool by anyone in the world, you will be discarded like a tool. അത് നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്ന ആളിൻ്റെ കുറ്റം മാത്രമല്ല. അങ്ങനെ ഡിസ്കാർഡ് ചെയ്യുന്ന ആളുകൾ, നമ്മളെ തഴയുന്ന ആളുകൾ പൈശാചിക വ്യക്തിത്വമുള്ളവർ മാത്രമാണ് സമ്മതിക്കുന്നത്. പക്ഷേ കുറ്റം അവരുടേത് മാത്രമല്ല, കുറ്റം നമ്മുടേത് തന്നെയാണ്. കാരണം നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്താണ്? ഇതാ ഒരു ഉപകരണം പോലെ എന്നെ ഉപയോഗിക്കാൻ എനിക്ക് സമ്മതമാണ്, ഉപയോഗിച്ചോളൂ. ഉപയോഗിച്ചു കഴിഞ്ഞ് തിരസ്കരിക്കും, തള്ളിക്കളയും. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അത് വ്യക്തമാകും എന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒരു വീഡിയോ കൂടെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോ. ഞാൻ ഒരു സംഭവം സൂചിപ്പിക്കാം. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യം കുറച്ചുകൂടി വ്യക്തമായി ധരിക്കേണ്ടത്. ഏതാണ്ട് 10-30 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഡൽഹിയിലാണ്, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലാണ്. അപ്പോൾ എനിക്ക് അവിടെ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലെ ചാപ്പലിൽ കൂടുന്ന ഒരു ഡൽഹി മലയാളം കോൺഗ്രിഗേഷനുണ്ട്. ഇപ്പോഴും അവിടെ ആ കോൺഗ്രിഗേഷനുണ്ട്. അതിൻ്റെ ചുമതല വഹിക്കുന്നത് മധ്യകേരള ഡയസിസ്, കേരളത്തിലെ മധ്യകേരള ഡയസിസിൽ നിന്ന് പോകുന്ന ഒരച്ഛനാണ്, മലയാളി അച്ഛനാണ്. അപ്പോൾ ഒരു ദിവസം എനിക്ക് അച്ഛൻ്റെ ഫോൺ വരുന്നു. ഇങ്ങനെ ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ ഉള്ള ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു. അവരുടെ മകൾക്ക് കാര്യമായ മാനസിക തകരാറാണ്. ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡൻ്റാണ്. അവളെ ആ മെഡിക്കൽ കോളേജിൻ്റെ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റ് ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. പക്ഷേ യാതൊരു ഫലവും കാണുന്നില്ല. ആ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, ചുമതലയിലുള്ള പ്രൊഫസർ, ഈ കുട്ടിയുടെ അമ്മ അവരെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്കിനിയും ഒന്നും ചെയ്യാനില്ല. ഇനി ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രയോജനം വരണമെങ്കിൽ ഷീ നീഡ് സ്പിരിച്വൽ ഹെൽപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കിയപ്പോൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൽ തന്നെ ഒരു പള്ളിയുണ്ട്. അവിടെ ചെന്നു അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നെക്കൊണ്ട് ഒക്കുമെന്ന് തോന്നുന്നില്ല, ഞാൻ ആരെ ഒന്ന് നോക്കട്ടെ. അങ്ങനെയാണ് എനിക്ക് ഫോൺ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രമിക്കാം, നമുക്ക് വിശ്വാസത്താൽ അധ്വാനിക്കല്ലാതെ ഫലം ദൈവം തരുന്നു. അപ്പോൾ ഏതായാലും ഈ അമ്മ മകളെയും കൊണ്ട് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലാണ് താമസിക്കുന്നത്. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ജോലി ചെയ്യും. എൻ്റെ ഭാര്യ സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അവിടെ ക്വാർട്ടേഴ്സുള്ളതുകൊണ്ട് അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടു. അപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ വാസ്തവത്തിൽ കരഞ്ഞു പോകും. അതുപോലെ അത് വികൃതമായിരിക്കുന്നു. എൻ്റെ മുഖത്ത് അന്ധകാരമാണ്. അത് ജീവിച്ചിരിക്കുന്നു എന്നതിനൊരു ലാഞ്ചയില്ല.
ഏതായാലും ഞാൻ അതിനോട് സംസാരിച്ചു. ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറയില്ല. കംപ്ലീറ്റ് നോൺ കോപ്പറേഷൻ. ഒരു അടഞ്ഞു കിടക്കുന്ന മുറിയുടെ വാതിലിനോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്ത് പ്രതികരണം കിട്ടും അത് തന്നെ. ഏതായാലും അങ്ങനെ 2-3 തവണ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു നേരിയ ബോധമുണ്ട് എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന്. One thing was very clear to me, that this girl was suffering from extreme states of self-revulsion. അവളെ തന്നെ വെറുക്കുകയാണ്. അവളെപ്പറ്റി ഓർക്കുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഏതായാലും 2-3 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഷീ ഫെൽറ്റ് ഫ്രീ ഇനഫ് ടു ഓപ്പൺ അപ്പ്. സംഭവിച്ചത് എന്താണെന്ന് എന്നോട് പറഞ്ഞു. സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. അവിടെ പഠിക്കുന്ന ഒരു മിടുക്കനായ പയ്യൻ അവളോട് പറഞ്ഞു, ഞാൻ നിന്നെ വിവാഹം ചെയ്തോളാം, എനിക്ക് എൻ്റെ ജീവിത സഖിയായിട്ട് നിന്നെ കിട്ടിയാൽ വലിയ ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഈ പെൺകുട്ടി അത് വിശ്വസിച്ചു. അവൻ അവളെ മാസങ്ങളോളം ഇഷ്ടം പോലെ ശാരീരികമായി ദുരുപയോഗം ചെയ്തു. അതിനുശേഷം ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ലൂസായിട്ട് നടക്കുന്ന പെൺകുട്ടികളെ എനിക്ക് വിവാഹം ചെയ്യാൻ സാധ്യമല്ല, അതുകൊണ്ട് നീ ആ വെള്ളം അങ്ങ് മാറ്റി വെച്ചേര്. ഇത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വഹിക്കാനാവാത്ത ഒരു പ്രഹരമായി. ഷി വെൻ്റ് ഇൻ ടു ഡീപ്പ് മാനിക് ഡിപ്രഷൻ എന്ന് പറയുന്നൊരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഉണ്ട്, മാനിക് ഡിപ്രഷൻ. അപ്പോൾ അത് ചെയ്യുന്നത് ഈ കട്ടിലയിൽ ഇങ്ങനെ കിടക്കും, കണ്ണുമടച്ച് ദിവസങ്ങളുള്ളൂ. ആഹാരം വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട. വിരൽ അനക്കുന്ന തള്ളവർ കാലിൻ്റെ പെരുവിരൽ അനക്കുന്ന ഒരു സൈൻ അല്ലാതെ അതിന് ജീവനുണ്ടെന്ന് യാതൊരു തെളിവുമില്ല. അതുപോലെ കിടന്നുകളി. അങ്ങനെ അതിന് 1.5 വർഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതിന് മുൻപ്. ഏതായാലും ഞാൻ ആ കുട്ടിയോട് അവളുടെ അവസ്ഥയെപ്പറ്റി അവൾക്ക് അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു കാഴ്ചപ്പാട് പ്രദാനം ചെയ്യാൻ ശ്രമിച്ചു. അതിൽ വിജയിച്ചു. അവൾക്ക് ഉള്ള വ്യക്തിത്വം, അതിൻ്റെ വില മറ്റൊരാളുടെ ചതി കൊണ്ട് നശിച്ചു പോകുവാൻ അനുവദിക്കുന്ന ഒരു ദൈവമല്ല ജീവിച്ചിരിക്കുന്ന ദൈവം. മറ്റുള്ളവരുടെ വഞ്ചനയ്ക്ക് ഇരയാകുന്ന വ്യക്തികളെ അവരെ അന്വേഷിച്ച് കണ്ടെത്തി യഥാസ്ഥാനത്താക്കുന്ന ഒരു യേശുവുണ്ട് എന്നത് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, ആ പെൺകുട്ടിയിലുണ്ടായ മാറ്റം അത്ഭുതകരമാണ്. പക്ഷേ അത് പെട്ടെന്ന് നോർമലായെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വർഷത്തോളം വളരെ ശ്രമിച്ച് ഓരോ പടി അതിൻ്റെ കൂടെ നടന്ന് by the grace of God I can testify that she became normal. അവൾ 8.5 വർഷം കൊണ്ട് MBBS പാസ്സായി. അവൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്നെ വിസിറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള നാൾ ഒരു മിഷണറി ഡോക്ടറായിട്ട് ജോലി ചെയ്യണം. ഹിന്ദു കുട്ടിയാണ്. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് ലോകത്തിൽ മറ്റ് യാതൊരു ലക്ഷ്യവുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ലൈംഗികത സ്വാർത്ഥതയുടെ ആയുധമായി ഉപയോഗിക്കുമ്പോൾ അതിൽ കൂടെ ഉടലെടുക്കുന്ന പൈശാചികതയുടെ തനി രൂപം എന്ത് എന്ന് ജനം തിരിച്ചറിയേണ്ടതിനാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട്, അതിൻ്റെ വേദനകൾ കൊണ്ട് ഭൂമിയുടെ പരപ്പ് മൂടിക്കിടക്കുകയാണ്. ഈ ഭൂമിക്ക് വഹിക്കാൻ വയ്യാത്ത ദുഃഖം അതിൽ ഈ ഭൂമിയിൽ ആവരണം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം നാം ഇതുവരെ അന്വേഷിച്ചു വന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗികതയെ യാതൊരു ചുമതല ബോധവുമില്ലാതെ, വിത്തൗട്ട് എനി സെൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി ടു ഗോഡ്, സ്വയത്തിൻ്റെ ആസ്വാദ്യതയ്ക്ക് വേണ്ടി, ഭോഗത്തിന് വേണ്ടി ഒരായുധമായി കണക്കാക്കുകയും അതിനോടനുബന്ധിച്ച് മറ്റ് വ്യക്തികളെ, സഹജീവികളെ അതിൻ്റെ ഇരകളാക്കുകയും ചെയ്യുന്ന ഈ പൈശാചികമായ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഇത് നാം തിരിച്ചറിയണം, അതിനെ അഭിമുഖീകരിക്കണം.
അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കണം. ഇത് സാധ്യമാണ്, സാധ്യമാണ്, സാധ്യമാണ് എന്നതാണ് എൻ്റെ സാക്ഷ്യം. യാതൊരു സംശയവും എൻ്റെ മനസ്സിലാണ്. പക്ഷേ നാം അത് അറിയുകയും അതിനോട് മല്ലിടുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുവാനുള്ള ആത്മീയമായ പരിജ്ഞാനവും ആത്മീയമായ ശക്തിയും വ്യക്തിത്വത്തിൻ്റെ വളർച്ചയും പ്രാപിക്കണം. അല്ലെങ്കിൽ നാം ആ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കും. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ശമര്യക്കാരി സ്ത്രീയെ കണ്ടപ്പോൾ അവളെ കാണുന്ന 7-ാമത്തെ പുരുഷനാണ് യേശു. അതിനു മുമ്പ് 6 പുരുഷന്മാരവളെ കണ്ടിരുന്നു, നമുക്കറിയാം. ഓരോ പുരുഷൻ കാണുന്തോറും അവരുടെ സ്ഥിതി അധപ്പതിച്ച് പോവുകയാണ്. കാരണം അവരെല്ലാം ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലുള്ളവരാണ്. എന്നാൽ യേശുവിനെ പോലെ ഒരു പുരുഷൻ ഇന്ന് നമ്മുടെ സമൂഹത്തിലില്ല. ആ വ്യക്തിത്വം പ്രാപിപ്പാൻ നമ്മെ സഹായിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു ഘടകവും മതത്തിലുമില്ല, സംസ്കാരത്തിലുമില്ല, രാഷ്ട്രീയത്തിലുമില്ല, ഭവനത്തിൽ പോലുമില്ല എന്നതാണ് നമ്മുടെ ശാപം. അതുകൊണ്ട് ലൈംഗികതയുണ്ട് അല്ലെങ്കിൽ യുവത്വമുണ്ട് എന്നതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം യേശുവിനെ പോലെയുള്ള, യേശുവിൽ കണ്ട പുരുഷത്വം വളർത്തിയെടുക്കാൻ ഒരു ശ്രമവും ഒരു വിധത്തിലും ഒരു തട്ടത്തിലും നടക്കുന്നില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ഇതിനെപ്പറ്റി കുറച്ചുകൂടി ചിന്തകൾ നിങ്ങളുമായി പങ്കിടേണ്ട ആവശ്യമുണ്ട് എന്നതുകൊണ്ട് ഒരു വീഡിയോ കൂടെ, ദാറ്റ് വിൽ ബി ആബ്സല്യൂട്ട്ലി ദ ലാസ്റ്റ്, ഉണ്ടായിരിക്കുന്നതാണ്. ഈ അന്വേഷണ പരമ്പരയിൽ പങ്കെടുത്തവരോടുമുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട്, നിങ്ങൾ ഇതിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ള അറിവുകൾ ഏതെങ്കിലും പുതുമയുള്ളതുണ്ടെങ്കിൽ, മറ്റുള്ളവർ അറിഞ്ഞാൽ അവർക്ക് പ്രയോജനമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കുവാൻ, പങ്കിടുവാൻ, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വാധീന പരിധിയിലുള്ള യുവതീ-യുവാക്കന്മാരുമായി ഒരു ദൗത്യബോധമുള്ള ബന്ധം സ്ഥാപിപ്പാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ക്രിസ്തുനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കാം.